പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ പ്രഭാഷണത്തിന് ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ദേവാലയം ബഥേൽ എന്നാണ്. ബഥേൽ ദേവാലയം എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവം വസിക്കുന്ന ഇടം, അത് ദേവാലയമാകും. ഹൃദയം ദൈവം വസിക്കുന്ന ഇടമാകുമ്പോൾ ദേവാലയമായി, ശരീരം ദേവാലയമായി, മനസ്സ് ദേവാലയമായി. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ വിളിക്കുന്ന ദൈവമക്കൾ വസിക്കുന്ന ഇടം ദേവാലയമായി. നമ്മളുടെ പള്ളിയും ദൈവമക്കൾ ഒന്നിച്ചു കൂടുന്ന സ്ഥലമായതിനാൽ അതും ദേവാലയമാവുകയായി. ഒരു സാധാരണ മനുഷ്യൻ ദൈവം വസിക്കുമ്പോൾ അത് ദേവാലയമാവുന്നു. ഒരു സാധാരണ ഇടം ദൈവം വസിക്കുമ്പോൾ അത് ദേവാലയമായി മാറുന്നു. ഒരു സാധാരണ ഭവനം ദൈവം വസിക്കുന്ന ഇടമായി മാറുമ്പോൾ അത് ദേവാലയമായി രൂപാന്തരപ്പെടുകയായി. ബഥേൽ യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു പാഠമാണ്. യാക്കോബ് ബേർഷെബ എന്ന സ്ഥലത്തുനിന്ന് ഹാരാനിലേക്ക് പോകുന്ന വഴി അവനൊരു സ്ഥലത്തെത്തി. അത് ലൂസ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ എത്തിയപ്പോൾ രാത്രിയായി. ഒരു കല്ലെടുത്ത് തലയണയാക്കി വെച്ച് അവൻ കിടന്നുറങ്ങി. ആ സന്ദർഭത്തിൽ ഉണ്ടായ ഒരു ദർശനം, മാലാഖമാർ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു. അതവൻ അത്ഭുതകരമായി കേട്ടു. അത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹവും അവനുണ്ടായി. ആ അനുഗ്രഹ വാക്കുകൾ കേൾക്കുകയാണ്. ഞാൻ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ്, നിൻ്റെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമാണ് യാക്കോബിനോട് പറയുക. നീ കിടക്കുന്ന ഭൂമി ഞാൻ നിനക്ക് തരും. നിൻ്റെ സന്താന പരമ്പര ഈ ഭൂമി അവകാശമാക്കും. നീയും നിൻ്റെ സന്തതിയും മുഖാന്തരം ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടെയുണ്ട്. 4 അനുഗ്രഹങ്ങളാണ് യാക്കോബിലൂടെ യാക്കോബിന് ദൈവം കൊടുക്കുന്നത്. ആ അനുഗ്രഹം ആ ദേശത്തിൻ്റെ അനുഗ്രഹമായി, ദേശക്കാരുടെ അനുഗ്രഹമായി മാറുകയാണ്. നമ്മൾ ഒരു വലിയ പാഠം പഠിക്കുകയാണ്. ഒരു സാധാരണ മനുഷ്യനെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു. സാധാരണ ഇടത്തെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെ ആലയമാക്കുകയാണ്. ദൈവം യാക്കോബിന് ഈ അനുഗ്രഹങ്ങളും നൽകുകയാണ്. എന്തുകൊണ്ടവിടെ ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് കയറി ഇറങ്ങുകയും ചെയ്തു? അത് യാക്കോബിൻ്റെ സമർപ്പണത്തിലൂടെ ലഭിക്കുന്നതാണ്. യാക്കോബിൻ്റെ സമർപ്പണം, യാക്കോബിൻ്റെ ദൈവസന്നിധിയിലുള്ള വിശുദ്ധിയോടെയുള്ള ഭക്തിയോടെയുള്ള ജീവിതം, അതിന് ദൈവം നൽകുന്ന പ്രതിഫലമാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം. ലൂസ് എന്ന് പറയുന്ന സ്ഥലത്തെ ബഥേലാക്കി മാറ്റുകയായിരുന്നു. യാക്കോബിനെ സമഗ്രമായി അനുഗ്രഹിക്കുകയായിരുന്നു. അതിന് യാക്കോബ് പ്രതിസ്പന്ദിക്കുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? യാക്കോബ് പറയുകയാണ് 3 കാര്യങ്ങൾ. യാക്കോബിൻ്റെ സമർപ്പണത്തിന് 3 കാര്യങ്ങളുണ്ടായിരുന്നു. യഹോവ എന്നാളും എൻ്റെ ദൈവമായിരിക്കും. യഹോവ എന്നാളും എൻ്റെ ദൈവമായിരിക്കും. 2, ഈ സ്ഥലത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് ഒരു ദേവാലയം പണിയും. 3, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും. ദശാംശം തരും. എവിടെ നിന്ന് തരും? നീ എനിക്ക് തന്നിരിക്കുന്ന സകലത്തിൽ നിന്നും ഞാൻ നിനക്ക് ദശാംശം തരും. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ,
ഒരു വലിയ പാഠമാണ് ഇവിടെ പഠിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, പക്ഷെ ഭക്തൻ, സമർപ്പിതൻ, കിടന്നുറങ്ങി, ദൈവസാന്നിധ്യമുണ്ടായി. അത് ദേവാലയത്തിൻ്റെ ഇടമായി രൂപാന്തരപ്പെടുകയായി. ദൈവം അവന് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ നൽകുകയാണ്. അതിന് യാക്കോബ് പ്രതിസ്പന്ദിക്കുന്നത് നമ്മളെ ചിന്തിപ്പിക്കണം. യഹോവ എൻ്റെ ദൈവം, എപ്പോഴും അത് നമ്മളുടെ നാവിന്മേലുണ്ടായിരിക്കണം. ദൈവത്തിന് വേണ്ടി ഞാനൊരു ആലയം പണിയും. ദൈവം എനിക്ക് തരുന്ന സകലത്തിൽ നിന്നും 10-1, അതായത് ദശാംശം അവന് കൊടുക്കും. കുഞ്ഞുങ്ങളെ, ഇങ്ങനെ ഒരു തീരുമാനം ജീവിതത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് കൃപയുണ്ടാകട്ടെ. നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുന്നെങ്കിൽ ദൈവം ഇറങ്ങി വരും, അനുഗ്രഹങ്ങൾ തരും. അങ്ങനെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന ദൈവമക്കൾ അതിനനുസരണമായ ജീവിതത്തെ ക്രമീകരിക്കും. എല്ലാത്തിനും 10-1 ദൈവത്തിന് കൊടുക്കണം. 10 രൂപ കിട്ടിയാൽ 1 രൂപ ദൈവത്തിലാണ്. 100 കിട്ടിയാൽ 10 രൂപ. 1000 ആണെങ്കിൽ 100 രൂപ. അങ്ങനെ പോകുന്നു. സകലത്തിൽ ദശാംശം കൊടുക്കും. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.